രാത്രിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ, പാട്ടുകളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനൊക്കെ തന്ന കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമുക്ക് കുറച്ച് സമയം കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം. നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സത്യം, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന പേര് വിശ്വാസികളെന്നല്ല. വചനം നമ്മളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ അനുഗാമികൾ എന്നാണ്. ദൈവവചനത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന പേര് വിശ്വാസികളെന്നല്ല, അനുഗാമികളെന്നാണ്. ക്രിസ്തുവിൻ്റെ അനുഗാമികളെന്നാണ്. കാരണം യേശുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ കൂടെ വിളിക്കപ്പെട്ടവർ. അതായത് യേശുവിൻ്റെ പിന്നാലെ നടക്കുവാൻ തക്കവണ്ണം വിളി ലഭിച്ചവർ. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് ഇത്രമാത്രം ഉപയോഗിച്ച മറ്റൊരു വ്യക്തി ദൈവവചനത്തിൽ, പുതിയ നിയമത്തിൽ നമ്മൾ നോക്കിയാലും പഴയ നിയമത്തിൽ നോക്കിയാലും, കഷ്ടം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നിവർത്തിപ്പാൻ ഈ ഭൂമിയിൽ പൗലോസിനെ പോലെ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. കാരണം പൗലോസിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ ഭൗമികമായ സകല സുഖങ്ങളെയും വിട്ട്, തനിക്ക് ഭൂമിയിൽ നേടാമായിരുന്ന, കെട്ടിപ്പടുക്കാമായിരുന്ന എല്ലാ ഭൗതികമായ ആ പ്രോസ്പെക്റ്റീവ്നെസ്സിനെയും വിട്ടിട്ട് യേശുവിൻ്റെ നിന്ന ധനമെന്നെണ്ണി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ഒരു ദൈവപുരുഷൻ. എങ്ങനെയാണ് പൗലോസിനത് സാധ്യമായത്? പൗലോസിനതിന് സാധ്യമായതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമക്കളെ, പൗലോസ് മറ്റാരെക്കാളും കൂടുതൽ യേശുവിനെ അറിഞ്ഞു എന്നുള്ളതാണ് സത്യം. കാരണം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. What was the desire of his heart? What was he passionately pursuing after? അവിടെ എഴുതിയിരിക്കുന്ന വാക്യം, My object is to know him. അവനെ അറിയുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതം മാറണമെങ്കിൽ ഒരൊറ്റ കാര്യം സംഭവിച്ചാൽ മതി, കർത്താവിനെ നമ്മളൊന്ന് അറിഞ്ഞാൽ മതി. മറ്റെന്തിനേക്കാളും കൂടുതൽ കർത്താവിൻ്റെ വിലയൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാവശ്യവും ആരും നമ്മളെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. ഏത് പീഡനങ്ങളുടെ നടുവിലും, ഏത് പ്രതിബന്ധങ്ങളുടെ നടുവിലും, ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും, സാഹചര്യങ്ങൾ എന്തായിരുന്നാലും നാം ആ കർത്താവിൻ്റെ പിന്നാലെ നിൽക്കും. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, വി ആർ ആസ്ക്ഡ് ടു ഫോളോ ജീസസ്. യേശുവിനെ പിൻഗമിക്കുവാൻ തക്കവണ്ണം നാം വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നടക്കുന്നവൻ ആരെന്ന് ശരിയായി നാം അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, മുമ്പിൽ നടക്കുന്ന ആളിനെ നമുക്ക് പരിചയമില്ലെങ്കിൽ, ആ ആളിനെ വേണ്ടും വേണം അറിയുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഒരിക്കലും അങ്ങനെ ഒരാളിൻ്റെ പിന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് അറിയാവുന്ന സത്യമാണ്. നമ്മൾ ആരെങ്കിലും അനുഗമിക്കുന്നെങ്കിൽ, ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ, അതിനു മുമ്പ് ആ ആളിനെ നമ്മൾ അറിയും. നമ്മുടെ മുഴുവൻ ജീവിതവുമാണ് യേശുവിൻ്റെ മുമ്പിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ഈ ഭൂമിയിൽ ജീവിക്കാമാവുന്ന ഏതെല്ലാം സാഹചര്യങ്ങൾ നമുക്കുണ്ട്, എങ്ങനെയൊക്കെ ജീവിച്ചവരാ നമ്മൾ ഓരോരുത്തരും, ഏതൊക്കെ രീതിയിൽ കഴിഞ്ഞവരാ നമ്മൾ ഓരോരുത്തരും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ എന്തൊക്കെയായിരുന്നു? അതെല്ലാം പണയപ്പെടുത്തിയിട്ട്, let me use that word once again, after forfeiting every desire we had, earthly speaking, ഈ ലോകത്തിലുള്ള നമ്മുടെ സകല ആഗ്രഹങ്ങളെയും അടിയറവ് വെച്ച് ഫോർഫിറ്റ് ചെയ്ത് നമ്മൾ ഒരുവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചിരിക്കുക. ആരുടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവമക്കളെ, വേണ്ടും വേണ്ടും അവനെ അറിഞ്ഞിട്ടാണോ നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ്. We were doing a character study of Jesus Christ by the help of the Holy Spirit. ഭൗമികമായ
നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് നാം കർത്താവിനെ കുറിച്ച് പഠിക്കുകയല്ലായിരുന്നു. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു, ഈ ആഴ്ചയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ പഠിക്കാൻ ശ്രമിക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ രാത്രിയിലും നമ്മൾ കർത്താവിനെ കുറിച്ച് കുറച്ചുകൂടെ പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതവും കർത്താവിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. ഒരു കുടുംബ ജീവിതത്തിന്റെ ഭദ്രത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എവറി ഡേ they are learning each other. Right from the day they got married up unto the day one of them leave, they are studying each other. They are learning each other. ഭാര്യ ഭർത്താവിനോട് എങ്ങനെ ചേർന്നിരിക്കണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും എങ്ങനെ ചേർന്നുകൊണ്ടിരിക്കണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ, ഒരു പക്ഷേ ആദ്യ ദിവസങ്ങളെന്ന് ഞാൻ പറയത്തില്ല, ആദ്യ ആഴ്ചകളൊന്നും മാസങ്ങളൊന്നും പറയത്തില്ല, ആദ്യ വർഷങ്ങളിൽ പരസ്പരം ചിലപ്പോൾ ചില കുടുംബ വഴക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ? ചില ഈശാപോശകളൊക്കെ ഉണ്ടാവും, ചില സൗന്ദര്യപ്പണക്കങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ തമ്മിൽ വേണ്ടും വേണം അറിയാത്തത് കൊണ്ടാണ്. എന്നൊരു 10-20 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഭാര്യയ്ക്ക് അറിയാൻ പറ്റും. ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ അപ്സെറ്റ് ആകുമെന്നുള്ളത് ഭർത്താവിന് നന്നായിട്ട് അറിയാൻ പറ്റും. ദാറ്റ് മീൻസ് ദേ വർ ലേണിംഗ് എവറി ഡേ അബൌട്ട് ഈച്ച് അതർ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത് നമ്മൾ യേശുവിനെ അറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും വളരുക എന്നുള്ളതാണ്. യേശുവിനെ അറിഞ്ഞുകൊണ്ട് വളരുക, അതിനായി ഈ ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു കർത്താവിനെ കുറിച്ച് എന്തൊക്കെ എനിക്ക് അറിയാൻ കഴിയുമോ ഈ ജീവിതത്തിൽ, അതെല്ലാം ഞാൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, മൈ ഒബ്ജക്റ്റ് ഇസ് ടു നോ ഹിം. അവനെ അറിയുക എന്നൊരു ലക്ഷ്യം മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിലും നമ്മൾ കർത്താവിനെ ഒന്ന് അറിയുവാനായിട്ട്, കുറച്ച് കാര്യങ്ങളിലൂടെ പഠിക്കുവാനായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. കർത്താവിൻ്റെ ആത്മാവിൽ നാം ആശ്രയിക്കണം, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. കാരണം പരിശുദ്ധാത്മാവിന് മാത്രമേ യേശുവിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ തക്കോണം കഴിയും. നോ ഹ്യൂമൻ ബീയിങ് ക്യാൻ എവർ എക്സ്പ്ലെയിൻ ക്രൈസ്റ്റ്. ഓൺലി ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ക്യാൻ എക്സ്പ്ലെയിൻ us what and how Christ is. അതുകൊണ്ട് ഇന്നത്തെ രാത്രിക്കാരൻ നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. യേശു കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം. കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത് എങ്ങനെയാണെന്ന് പഠിച്ചു തുടങ്ങാം. കർത്താവിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഒരുപാട് പ്രവചനങ്ങളുണ്ട്. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ പലയിടങ്ങളിലുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ആഗമന ഉദ്ദേശത്തെക്കുറിച്ച് പ്രവചിച്ച പുതിയ നിയമത്തിലെ പ്രവചനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ, മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലും, മാത്യു ചാപ്റ്റർ 1 ആൻഡ് മാത്യു ചാപ്റ്റർ 3, അവിടെ 1-2 വാക്യങ്ങളിൽ യേശു കർത്താവിനെ കുറിച്ച്, കർത്താവിൻ്റെ ആഗമനോദ്ദേശത്തെക്കുറിച്ച്, ദ പർപ്പസ് ഓഫ് ഹിസ് കമ്മിങ് ഡൗൺ ടു ദിസ് വേൾഡ്, ഈ ഭൂമിയിൽ യേശു കർത്താവ് വന്നത് എന്തിനെന്നതിനെക്കുറിച്ചും അവനാൽ എന്തൊക്കെ സാധ്യമാണെന്നുള്ളതിനെക്കുറിച്ചും ഒരു ചെറിയ വിവരണം തന്നിട്ടുണ്ട്. ഞാൻ ആ വാക്യങ്ങളിലേക്കൊന്ന് പോകും. ഒരു പക്ഷേ നിങ്ങൾ കരുതും ഇതിൻ്റെ ആവശ്യം എന്താണ്, ഇത് പഠിക്കേണ്ട ആവശ്യം എന്താണെന്ന്. നാം ഇത് പഠിക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം പഠിക്കേണ്ടതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞല്ലോ, നാം അവിടുത്തെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണ്. ഏതൊരു വ്യക്തി നമ്മളോട് ചോദിച്ചാലും ഉത്തരം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നീ എന്ത് കണ്ടിട്ടാണ് ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയതെന്ന് അതിന് ഉത്തരം കൊടുക്കുവാൻ വി ആർ ലയബിൾ ടു ഗിവ് ആൻ ആൻസർ ടു എനിവൺ ഹു ആസ്ക് us this. വചനത്തിൽ ചോദിക്കും, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നവരോട് നിങ്ങൾ ഉത്തരം പറയുവാൻ എപ്പോഴും കരുതിയിരിക്കുന്നവരായിരിക്കണം, ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. അതിന് നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം. ആദ്യത്തെ പ്രവചനം കൺസേണിങ് ദ ബർത്ത് ഓഫ് ജീസസ്, യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം എന്താണെന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഇത് വെരി വെൽ നോൺ ആയിരിക്കുന്ന ഒരു വേഴ്സാണ്, വളരെ എല്ലാവർക്കും പരിചിതമായിരിക്കുന്ന ഒരു വചനമാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ഐ എം റീഡിംഗ് ഫ്രം ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 21. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം. ആരാ ഇത് പറയുന്നത്? സ്വർഗത്തിലെ പിതാവാ പറയുന്നത്. തൻ്റെ പുത്രനായ യേശുവിന് ആരാ പേരിട്ടത്? പിതാവാം ദൈവമാ പേരിട്ടത്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഉണ്ടാകുന്ന കുഞ്ഞിന് പേരിടുവാനുള്ള സ്വാഭാവികമായ അവകാശം ജോസഫിനും മേരിക്കും ഉണ്ടായിരുന്നിരിക്കാം.
എന്നാൽ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവപുത്രനായവന് പേരിടുവാൻ പിതാവായ ദൈവം തന്നെ ഒരു പേര് നിശ്ചയിച്ചു. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ ദൈവമക്കളെ, അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. ഇന്നത്തെ രാത്രി കർത്താവ് സഹായിക്കുന്നുവെങ്കിൽ കർത്താവ് എൻ്റെ മേൽ പകർന്ന കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചനം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. പ്രൈസ് ഗാഡ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന പേരിടേണം. ഒരു പേരാണ് യേശു. അടുത്ത ഒരു പേര് 22-ാമത്തെ വാക്യം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. രണ്ടാമത്തെ പേര് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. കന്യക ഗർഭിണിയായി. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഈ വാക്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ചില ഡോക്ട്രിനൽ ഇഷ്യൂസുമായിട്ട് ഡിഫറൻസ് ഉള്ള ചില വ്യക്തികളുമായിട്ടൊക്കെ സംസാരിക്കുവാനിടയായി. അപ്പോൾ അതിനകത്ത് ഈ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കുന്ന ഒരു സെക്ടർ ഇപ്പോൾ നാട്ടിലുണ്ട്. അവർ ആ പേര് മാത്രമേ പറയത്തുള്ളൂ. അവർ പഴയ നിയമത്തെ അംഗീകരിക്കുന്നില്ല. അവർ പിന്നെ മോശയൊക്കെ വളരെ ഇതായിട്ടാണ് സംസാരിക്കുന്നത്. യഹോവയെ ഭൂതം എന്നൊക്കെയാണ് അവർ പറയുന്നത്. മോശ ഉണ്ടാക്കിയ ഭൂതമാണ് യഹോവ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവരാകെ പറയുന്നത് ഇമ്മാനുവേൽ എന്നുള്ള പേര് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പക്ഷെ അവർ ഒരു കാര്യം മറന്നു പോകുന്നു. ഈ ഇമ്മാനുവേൽ എന്ന പേര് അവർക്ക് ലഭിച്ചത് ഈ വാക്യത്തിൽ നിന്ന്. ഏതാ? 22-ാമത്തെ വാക്യം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഇവിടെ നിന്നുമാണ് അവർക്ക് ഇമ്മാനുവേൽ എന്നുള്ള പേര് കിട്ടിയത്. എന്നാൽ ഇത് എവിടെ നിന്നെടുത്ത കൊട്ടേഷനാണെന്നറിയാമോ? ഉദ്ധരണിയാണെന്നറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. അത് എവിടെയായിരിക്കുന്നത്? അത് പഴയ നിയമത്തിലാണ്. അവര് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെയൊക്കെ ജൂതന്മാരുടെ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് അവഹേളിക്കുക. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആ പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. അതായത് ഐസായ 7:14, യെശയ്യാവ് 7:14 ഇത് എഴുതിയിരിക്കുന്നത്. ആ വാക്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനം ബൈബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന പുസ്തകമല്ല. കാരണം ഇത് തിരുത്തപ്പെട്ട പുസ്തകമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, കേൾക്കണം ദൈവമക്കളെ, വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. കാരണം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ മുമ്പിൽ നടക്കുന്ന കർത്താവ് ആരെന്ന്. കർത്താവിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. എൻ്റെ അപ്പൻ പുറകെ പോയതുകൊണ്ട് ഞാൻ പുറകെ പോയെന്ന് പറയരുത്. എൻ്റെ ഭാര്യ വിശ്വസിച്ചിറങ്ങിയത് കൊണ്ട് ഞാൻ വിശ്വാസിയായെന്ന് പറയരുത്. മറ്റൊരു മാർഗവുമില്ലാഞ്ഞിട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ചെന്ന് പറയരുത്. കാരണം യു ആർ റിസ്കിങ് യുവർ ഹോൾ ലൈഫ് ആഫ്റ്റർ ക്രൈസ്റ്റ്. യേശുവിൻ്റെ പിന്നാലെ നിന്റെ മുഴുവൻ ജീവിതവും കൊടുക്കുക മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൽ നമ്മൾ വളർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏക ആഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ തലമുറകളും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഒരു 100 തലമുറകളുടെ ഉണ്ടെങ്കിൽ ആ 100 തലമുറകളും ഈ യേശുവിനെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് വളരെ പഠിച്ചതും അറിഞ്ഞതുമായിരിക്കണം. പ്രൈസ് ഗാഡ്. അപ്പൊ അവർ പറയുന്നത് ഈ പുസ്തകം തിരുത്തപ്പെട്ട പുസ്തകമാണെന്ന്. ദിസ് ഈസ് നോട്ട് ദി ഒറിജിനൽ ബുക്ക്. ദ ഒറിജിനൽ ബുക്ക് വാസ് സംതിങ് എൽസ്. അത് മാത്രമല്ല, കാലകരണത്തിൽ യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒറിജിനൽ റെക്കോർഡ്സ് എല്ലാം നഷ്ടപ്പെടുത്തി അത് കഴിഞ്ഞ് കൈ കിട്ടിയതെല്ലാം കത്തോലിക്ക സഭക്കാർ കൂട്ടി വരുത്തി എഴുതി വെച്ച പുസ്തകമാണ് ഇതെന്ന് അവർ പറഞ്ഞത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ച ചോദ്യം ഇതാ, നിങ്ങൾക്ക് ഈ ഇമ്മാനുവേലിനെ കുറിച്ച് പേര് കിട്ടിയത് ഏത് പുസ്തകത്തിൽ നിന്നാ? അത് ഈ പുസ്തകത്തിൽ നിന്നാ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ രണ്ടും കൂടെ പറയുന്നത്? ഇമ്മാനുവേലിന് പേര് കിട്ടിയത് ഈ പുസ്തകത്തിൽ നിന്നല്ലേ? വേറെ ഒന്നും അല്ലല്ലോ കിട്ടിയത്. അപ്പൊ നിങ്ങൾ ആ ഒരു വാക്യം മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം കളയുന്നത് എന്തിന്? പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് തിരുത്തപ്പെട്ട പുസ്തകമാണെന്ന് ഞാൻ സമ്മതിക്കാം. എന്നാൽ ഒറിജിനൽ എന്നെ ഒന്ന് കാണിച്ചേ. പ്രൈസ് ഗോഡ്. ഇത് തിരുത്തപ്പെട്ട പുസ്തകമാണെന്ന് ഞാൻ സമ്മതിക്കണമെങ്കിൽ തിരുത്തപ്പെടാത്ത ഒരു പുസ്തകം ഞാൻ കാണണം. മുസ്ലിങ്ങളും പറയുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ ബൈബിള് തിരുത്തപ്പെട്ടതാണെന്ന്, കറക്റ്റ് ചെയ്യപ്പെട്ടതാണ്. ഇതിനകത്ത് എഴുതി ചേർത്തു, കുറച്ച് എടുത്തു കളഞ്ഞു, അങ്ങനത്തെ ഒരു പുസ്തകമായി ഇതെന്നാ മുസ്ലിങ്ങളും മറ്റു പല വിഭാഗക്കാരും പറയുന്നത്. പക്ഷെ അവരോട് ചോദിക്കുവാനുള്ളത്, then where is the original? If you haven't seen the original, if you don't know about the original, what authority you have to say that this is not the correct book? See, this is the point. ഒറിജിനൽ കണ്ടവരെ കുറിച്ച് അവർക്കാർക്കും അറിയത്തില്ല. ഒറിജിനൽ എവിടെയാണെന്ന് അറിയത്തില്ല. ഒറിജിനൽ ആര് നശിപ്പിച്ചെന്ന് ആർക്കും അറിയത്തില്ല. ഒറിജിനൽ എങ്ങനെയായിരുന്നു എന്ന് ആർക്കും അറിയത്തില്ല. എന്നിട്ട് ഇപ്പോൾ വെറുതെ 21-ാമത്തെ നൂറ്റാണ്ടിൽ പറയുന്നു ഇത് ആരോ ഉണ്ടാക്കിയ പുസ്തകമാണെന്ന്.
പക്ഷെ ഒരു കാര്യം ഓർക്കണേ ദൈവമക്കളെ, കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളിൽ ഈ പുസ്തകം ഇതുപോലെ തന്നെയാണ് ഇരുന്നത്. അനേക ബുദ്ധിമാന്മാരും അനേക പ്രഗത്ഭരും ജീവിച്ചിരുന്നിട്ടും ഈ പുസ്തകം മാറ്റാൻ ആരെക്കൊണ്ടും കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ഈ പുസ്തകം വായിച്ചാണ് ഞാനും നിങ്ങളും രക്ഷയിലേക്ക് വന്നത്. എനിക്കും നിങ്ങൾക്കും പുതുജീവൻ ലഭിച്ചത് ഈ പുസ്തകം വഴിയാണ്. പ്രൈസ് ഗോഡ്. ഇതാണ് നമ്മുടെ രക്ഷയുടെ സോഴ്സസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ആരെങ്കിലും വിവിധമായിട്ടുള്ള ഉപദേശങ്ങൾ കൊണ്ടുവരുമ്പോൾ ആടി ഉലഞ്ഞു പോകുവാൻ ദൈവ പൈതലേ നിനക്കിടയാകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, we must know who we believe. We must know what we believe. We must know what we are aiming to. Praise God. ഞാൻ ഇനി ഇവിടേക്കൊന്ന് വരാം. എന്തുകൊണ്ടാണ് കന്യക ഗർഭിണിയാകേണ്ടത്? എന്തുകൊണ്ടാണ് കർത്താവ് ഒരു കന്യകയെ തന്നെ തെരഞ്ഞെടുത്തത്? വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. Why did God the Father choose a virgin to be the mother of Jesus, his son? എന്തുകൊണ്ടാണ് യേശുവിന് അമ്മയായി ഒരു വെർജിനെ തന്നെ കർത്താവ് തെരഞ്ഞെടുത്തത്? യഹോവയായ ദൈവം തിരഞ്ഞെടുത്തത്, പിതാവാം ദൈവം തിരഞ്ഞെടുത്തത്? അതിന് 2 ഉത്തരങ്ങളുണ്ട്. ഒന്ന്, ബിക്കോസ് ടു അഫേം ദ ഡിയറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിൻ്റെ ദൈവത്വത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തുക. കന്യകയല്ലായിരുന്നു എങ്കിൽ, പ്രൈസ് ഗാഡ്, ഈ സഹോദരി കന്യകയല്ലായിരുന്നു എങ്കിൽ ഒരു പുരുഷനിലൂടെയാണ്. ഇഫ് ഇറ്റ് വാസ് നോട്ട് എ വെർജിൻ ബർത്ത്, if it was not a virgin birth, what would have happened? Hallelujah. ഒരു പുരുഷനാലാണ് യേശു കർത്താവ് ജനിക്കുവാനിടയായതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവൻ ഒരിക്കലും ദൈവമാവുകയില്ലായിരുന്നു, പക്ഷെ മനുഷ്യനാവുമായിരുന്നു. പ്രൈസ് ഗാഡ്. If he was born of a man, he would never ever had become God, but he would have been a man. കാരണം മനുഷ്യനിൽ നിന്ന് ജനിക്കുന്നത് ദൈവമല്ല, മനുഷ്യനിൽ നിന്ന് ജനിക്കുന്നത് മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജനിക്കുന്ന യേശുവിനും ഒരു രക്ഷകന്റെ ആവശ്യം വരുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ഒരു പക്ഷേ ഒരു ദിവ്യനായിട്ട്, ഇപ്പൊ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ ദൈവത്തിന്റെ നിയോഗപ്രകാരം ജനിപ്പിക്കപ്പെട്ട മനുഷ്യനാണ്. യോഹന്നാൻ സ്നാപകന്റെ പേരും ദൈവം തന്നെയാണ് തിരഞ്ഞെടുത്തത്. അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് ദൈവമാണ് പറഞ്ഞത്. പ്രൈസ് ഗാഡ്. എന്നാൽ ഒരിക്കലും യോഹന്നാൻ ദൈവമല്ല. കാരണം യോഹന്നാൻ ജനിച്ചത് സക്കറിയാവിൽ നിന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ യേശു അങ്ങനെ ഒരു മനുഷ്യന്റെ ഇഷ്ടത്തിൽ ജനിക്കപ്പെട്ടിരുന്നെങ്കിൽ, വെർജിൻ ബർത്ത് അല്ലാതെ ഒരു മനുഷ്യന്റെ ഇഷ്ടത്താൽ ജനിക്കപ്പെട്ടവനായിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും ദൈവമായിരുന്നില്ല. ഒരു പക്ഷേ he could have been a holy man. We could have called him a holy man or an anointed man or a sent man or something like that. ദൈവം അയച്ച യോഹന്നാനെ പോലെ അയക്കപ്പെട്ട ഒരു മനുഷ്യനെന്നോ ഒരു പ്രവാചകനെന്നോ നമുക്ക് പറയാമായിരുന്നു. ഒരിക്കലും അവൻ ദൈവമായിരുന്നില്ല, ഞാൻ ദൈവമാകുമായിരുന്നില്ല. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. That is one thing, to affirm the deity of Jesus Christ. Second thing, to affirm the humanity of Jesus Christ. Praise the Lord. നമ്മൾ മറന്നു പോകരുത്. രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, to affirm the sinless humanity of Jesus Christ. പാപമില്ലാത്ത യേശു കർത്താവിൻ്റെ മനുഷ്യ അവതാരത്തെ വെളിപ്പെടുത്തുവാനാണ് ഒരു കന്യക ഗർഭിണിയാകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചത്. അവിടെ നോക്കിക്കേ, ഇപ്പോൾ അത് ഒരു പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് യേശു കർത്താവ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും അവനിൽ പാപമുണ്ടായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. കൊച്ചു കുഞ്ഞുങ്ങൾ പ്രാമിലൊക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ പ്രാമിൽ കിടന്ന് ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, ഇപ്പം നമ്മുടെ കുഞ്ഞിനെയൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, അവൻ കിടന്ന് ചിരിക്കുന്ന കാണുമ്പോൾ, അല്ലെ അവൾ കിടന്ന് ചിരിക്കുന്ന കാണുമ്പോൾ, ഒരു 6 മാസം 3 മാസം 5 മാസമുള്ള കുഞ്ഞുങ്ങൾ കിടക്കുന്ന കാണുമ്പോൾ അവരെ എടുത്ത് ഉമ്മ കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും തോന്നും. നമ്മളെല്ലാവരും പറയും, വാട്ട് ആൻ ഇന്നസെന്റ് ചൈൽഡ് ഇറ്റ് ഈസ്. നമ്മൾ പറയത്തില്ലേ, എത്ര നിഷ്കളങ്കയായ കുഞ്ഞാ ഇത്, എന്ത് ലവ്ലിയാണ്, എന്ത് ക്യൂട്ടാന്നൊക്കെ പറയത്തില്ലേ. ബട്ട് റിമെമ്പർ, സീഡ് ഓഫ് സിൻ ഈസ് ഓൾറെഡി ഇൻ ദ ചൈൽഡ്. ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. പാപത്തിന്റെ വിത്ത് ആ കുഞ്ഞിൽ ഇപ്പോഴും ഉണ്ട്. പ്രൈസ് ഗാഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിംഹത്തിന്റെ കുഞ്ഞിനെ കണ്ടാൽ എത്ര മനോഹരമാണെന്നറിയാമോ? എ ബേബി ലയൺ. യു നോ, എ ബേബി ലയൺ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ, very attractive and cute. A baby tiger, he looks or she looks very attractive and cute. അങ്ങനെ സന്തോഷിച്ച് ഒരു ബേബി ടൈഗറിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് പാല് കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നാൽ വലുതാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ തന്നെ എന്നോടൊന്ന് പറഞ്ഞേ. റിയൽ ടൈഗറിന്റെ നേച്ചർ വെളി വരും.
റിയൽ ലയണിന്റെ നേച്ചർ വെളിയിൽ വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണമേ, ഈ കന്യകയിലൂടെ കർത്താവ് ജനിച്ചപ്പോൾ അത് കന്യകയല്ലായിരുന്നുവെങ്കിൽ അതൊരു പുരുഷനും, ഇപ്പം യോഹന്നാൻ ജനിച്ചതുപോലെയോ മറ്റൊരു പ്രവാചകൻ ജനിച്ചതുപോലെയോ യേശു ജനിച്ചിരുന്നുവെങ്കിൽ അവനിൽ സിൻ ഉണ്ടാകുമായിരുന്നു. ദാറ്റ് ഈസ് ദ പോയിന്റ്. ഹല്ലേലൂയ. അവൻ സിൻലെസ് ആയിട്ട് വരണമെങ്കിൽ, അവനൊരു സിൻലെസ് ഓഫറിംഗ് ആയിട്ട് ലേറ്ററിൽ തീരണമെങ്കിൽ, ഈ ലോകത്തിൽ ആർക്കും പിശാചിനും അവനിൽ പാപം കാണുവാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം അവൻ പാപത്തിൽ നിന്ന് ജനിച്ചവനല്ല, പിന്നെയോ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. നാം അത് മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ വളരെ ശ്രദ്ധയോടെ നമ്മളത് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവിടെ പറയുന്നത് വിശുദ്ധ പ്രജ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. എ ഹോളി തിങ്, അങ്ങനെ എഴുതിയിരിക്കുന്നത്. ദി ഹോളി തിങ്. 1:35 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. See, it is a holy thing. വിശുദ്ധ പ്രജ, പാവമില്ലാത്ത സിൻലെസ് ആയിരിക്കുന്ന ഹ്യൂമാനിറ്റി കാണിക്കുവാനാണ് ഒരു കന്യകയിൽ അവൻ ജനിക്കേണ്ടിയിരുന്നത്. 2, കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് ജീസസ് ലൈഫ്. നോ, ഇറ്റ് വാസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ജീസസ് ലൈഫ്. കാരണം എന്തെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യഹൂദന്മാരോട് യേശു കർത്താവ് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട്. അതായത് ജോൺ ചാപ്റ്റർ 8:58. ജോൺ ചാപ്റ്റർ 8:58 അവിടെ കർത്താവ് യഹൂദന്മാരോട് പറയുകയാണ്, ബിഫോർ എബ്രഹാം ഐ വാസ് ബോൺ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ, ബിഫോർ എബ്രഹാം വാസ് ബോൺ ഐ. പ്രൈസ് ഗോഡ്. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ 8:58. യേശു അവരോട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. അപ്പൊ യേശു കർത്താവ് പണ്ട് മുതലേ ഉള്ളവനായിരുന്നു. അപ്പൊ ഈ ഭൂമിയിലുള്ള അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ഹിസ് മിനിസ്ട്രി. പ്രൈസ് ഗോഡ്. ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് മിനിസ്ട്രി ഹി വെന്റ് ബാക്ക് അഗെയിൻ there to heaven. ഹല്ലേലൂയ. ഞാൻ അത്രയും നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും. സ്വാഭാവികമായിട്ട് കന്യകയിൽ നിന്ന് യേശു കർത്താവ് ജനിച്ചപ്പോൾ ഈ കന്യകയുടെ സ്ഥാനം എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് മേരി? ലിസൺ ടു മീ വെരി കെയർഫുള്ളി. കാരണം നമുക്കറിയാം, ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെ പലരും യേശുവിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ യേശുവിനേക്കാൾ മുകളിലോ ആണ് മദർ മേരിയെ വെച്ചിരിക്കുന്നത്, അമ്മയെ വെച്ചിരിക്കുന്നത്. എന്നാൽ അമ്മയുടേതായിട്ടുള്ള സ്ഥാനത്തേക്കൊന്ന് വരുമ്പോൾ ആ അമ്മ തന്നെക്കുറിച്ച് എന്താ പറഞ്ഞതെന്നുള്ളത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് കാണാൻ പറ്റും. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. What was she speaking about herself? What was she speaking about herself? 47-ാമത്തെ വാക്യം, 1:47. ലൂക്കോസ് 1:47. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. So she needed a savior. She was a human being like you and me. എന്നെയും നിങ്ങളെയും പോലൊരു മനുഷ്യ സ്ത്രീ മാത്രമാണ് അമ്മ. ആ അമ്മ വിശുദ്ധീകരണം പ്രാപിച്ച സഹോദരിയായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന് വേണ്ടി അമ്മയെ തിരഞ്ഞെടുത്തത്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കർത്താവിന്റെ കരുണ ആ നൂറ്റാണ്ടിൽ, ആ തലമുറയിൽ കർത്താവിന്റെ കരുണ ലഭിക്കുവാൻ തക്കവണ്ണം വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിന്റെ വരവിനു വേണ്ടി, മിശിഹായുടെ വരവിനു വേണ്ടി കാത്തിരുന്ന ഒരു ദാസിയായിരുന്നു മറിയ. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതിന് യാതൊരു സംശയവുമില്ല. അന്നത്തെ തലമുറയിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് കർത്താവിനു വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത അമ്മയാണ്, സഹോദരിയാണ് ആ അമ്മ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ആ അമ്മ ഒരിക്കലും യേശുവിന് തുല്യനാകുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ യേശു രക്ഷകനാണ്, അമ്മ രക്ഷകൻ ആവശ്യമുള്ള ഒരു സ്ത്രീ മാത്രമാണെന്ന് ഈ വചനം പറയുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ കൂടുതലായിട്ടൊന്നും ആ സമയത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് എടുക്കുന്നില്ല. കാരണം മുന്നോട്ട് പോകുമ്പോൾ വേറെ ചില വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ കന്യകയാണോ? പിന്നെ യേശു ജനിച്ചതിന് ശേഷം അമ്മ കന്യകയാണോ? ആ ചോദ്യത്തിന് ഉത്തരം എന്തെന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ
ആ അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം എഴുതിയിരിക്കുന്നു. 25-ാമത്തെ വാക്യം, വേഴ്സ് 25, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, മകന് അവൻ യേശു എന്ന് പേര് വിളിച്ചു. ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. മകനെ പ്രസവിക്കും വരെ ജോസഫ് അവളെ പരിഗ്രഹിച്ചില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. until the child was born, until Jesus was born, he didn't know her. അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചില്ലെന്നർത്ഥം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കഴിഞ്ഞില്ലെന്നർത്ഥം. നമുക്കറിയാം, ദൈവവചനം പറയുന്നു, മറിയയെ യോസെഫിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്, അല്ലേ? അപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആദ്യത്തെ കൽപ്പനയാണ്. അത് എവിടെ എഴുതിയിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. ജനസിസ് ചാപ്റ്റർ 1 താഴേക്ക് വായിച്ചു വരുമ്പോൾ, ജനസിസ് ചാപ്റ്റർ 1 നമുക്ക് കാണുവാൻ കഴിയും. they shall man and they come together in one body. അവിടെ അതാ എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അതാണ് മാര്യേജിനെ കുറിച്ച് പറയുന്നത് ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ വിവാഹ ബന്ധം, ജോസഫും മേരിയുമായിട്ടുള്ള വിവാഹ ബന്ധം പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് ദി ലോർഡ് അവർ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അവരത് കഴിഞ്ഞ് ജീവിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അതിനൊരു വചനം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എവിടെ എഴുതിയിരിക്കുന്നത്? ഇതേ പുസ്തകത്തിൽ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, ആ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ. 13-ാം അധ്യായം 55 മുതലുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 55 ഓൺവേർഡ്സ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. What does it mean? There we know that Jesus had siblings. Jesus had brothers. Jesus had sisters. It's very clearly there. Is not this the carpenter's son? Is not his mother called Mary? And his brethren James and Joseph and Simon and Judas? ഇത് ശിഷ്യന്മാരുടെ പേരല്ല എഴുതിയേക്കുന്നത്. മനസ്സിലാക്കണം. ചിലർ പറയും ഈ സഹോദരന്മാരെന്ന് പറയുന്നത് ശിഷ്യന്മാരെ ഉദ്ദേശിച്ച് എഴുതിയേക്കുന്നതെന്നല്ല. ആ പേരുകൾ വളരെ വ്യക്തമായിട്ട് ഹോളി സ്പിരിറ്റ് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് and his sisters are they not all with us? See, that means his sisters, more than one sister. So that's the reason sisters. So ദൈവമക്കളെ, ഇത് ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, we must know our faith. നമ്മുടെ വിശ്വാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവിടെ വിടുകയാണ്. എന്താണ് യേശു എന്ന പേരിൻ്റെ അർത്ഥം? ഈ ജീസസ് എന്നുള്ള വാക്ക് അവിടെ ചിന്തിച്ചോണം. അവിടെയും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഈ യേശു എന്ന പേര് വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു എന്ന പേര് വന്നത് ഈ എബ്രായ പേരായ യഹോശുവ എന്ന വാക്കിൽ നിന്നാണ്. യഹോശുവ എന്ന് പറഞ്ഞാൽ യാഹവേ ഈസ് സാൽവേഷൻ, യഹോവ നമ്മുടെ രക്ഷ എന്ന അർത്ഥം. യഹോശുവ എന്ന വാക്കിൽ നിന്ന് ജേഷുവ എന്ന ഷോർട്ട് ഫോം പേരുണ്ടായി. അത് എബ്രായ ഭാഷയിൽ നിന്ന് വന്ന പേരാണ് ജേഷുവ. പ്രൈസ് ഗോഡ്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ എന്താ ജേഷുവ എന്ന് വിളിക്കാത്തതെന്ന്. എനിക്ക് തന്നിരിക്കുന്ന വേദപുസ്തകത്തിൽ എങ്ങും തന്നെ ജേഷുവ എന്ന് വിളിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. ഒന്നാമത്തെ കാര്യം. അത് മാത്രമല്ല, മലയാളത്തിലൊരു പേര് ദൈവാത്മാവ് എനിക്ക് മലയാളത്തിലെ പുസ്തകത്തിൽ എഴുതി തന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലൊരു പേര് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ എഴുതുന്നുണ്ട്. പിന്നെ എന്തിന് ഞാൻ അറിയാത്ത എബ്രായ ഭാഷയിലുള്ള പേര് ഞാൻ വിളിക്കാൻ പോകണം? പ്രൈസ് ഗോഡ്. അത് മാത്രമല്ല, ഇന്ന് വരെ യേശുവേ എന്ന പേര് വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തന്നിട്ടുണ്ട്. യേശു എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ നാമം പറയുമ്പോൾ പിശാച് ഓടുന്നുണ്ട്. യേശുവിൻ്റെ നാമം പറയുന്നുണ്ട്, ദുഷ്ടൻ എന്നെ വിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിനൊരു ശക്തിയുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുമല്ല, എനിക്ക് വെളിപ്പെടുത്തി തന്ന പേര് യേശു എന്നാണ്. കാരണം ഈ പുസ്തകമാണ് എന്നെ രക്ഷയിലേക്ക് നയിച്ചത്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എനിക്ക് മറ്റൊരു പേര് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഈ പുസ്തകത്തിൽ എങ്ങും തന്നെ ഞാൻ അങ്ങനെ ഒരു പേര് കാണുന്നില്ല. ഞാൻ ആ പേര് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഗ്രീക്കിൽ ഇയോസസ് എന്ന് പറഞ്ഞൊരു വേറൊരു പേരാണ് എഴുതിയിരിക്കുന്നത്. നമുക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ യേശു എന്ന പേര് വന്നത്
യേശുവ എന്ന എബ്രായ പേരിൽ നിന്നാണ് ജേഷുവ വന്നത്. ജഹോഷുവ എന്ന് പറയുന്ന ഫുൾ നെയിം, അതിൻ്റെ അർത്ഥം യാഹവേ ഈ സാൽവേഷൻ, ജഹോവ ഈ സാൽവേഷൻ, യഹോവ എൻ്റെ രക്ഷ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് പിതാവ് യേശു എന്ന പേര് ഈ പുത്രന് കൊടുത്തത്? കാരണം അവൻ രക്ഷയാണെന്ന് ഭൂമിയോട് പറയാനാണ്. യഹോവ എൻ്റെ രക്ഷയാണെന്ന് ഭൂമിയോട് പറയാനാണ്. കാരണം എന്താണെന്നറിയാമോ? ഹി വാസ് സെൻഡ് ടു ബി ദ സേവിയർ ഓഫ് ദ വേൾഡ്. ഹി വാസ് സെൻഡ് ടു സേവ് ദ വേൾഡ്. എന്താ സേവ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം, സേവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക എന്ന അർത്ഥം. രക്ഷിക്കുക എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളാൽ കഴിയാത്ത ഒന്നിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഹെൽപ്പ്. സേവിങ് ഈസ് നോട്ട് എ ഹെൽപ്പ്. ലിസൺ ടു മീ മൈ ബ്രദേഴ്സ് ആൻഡ് മൈ സിസ്റ്റേഴ്സ്. സേവിങ് ഈസ് നോട്ട് എ ഹെൽപ്പ്. സേവ്ഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? ഒരാൾ തീക്കകത്ത് വീഴുമ്പോൾ കിടന്ന് കരയുക. When a person falls into fire and he cries for help, if you are jumping into the fire and take that person out, that is called saving. Praise God. കാരണം that person couldn't do anything in the fire. When you see that a person is drowning in the water, in the sea, and the person cries for help, you are jumping into the water and helping that person out. ഒരുത്തൻ വെള്ളത്തിൽ മുങ്ങുന്ന കാണുമ്പോൾ നിലവിളിക്കുക രക്ഷിക്കാൻ വേണ്ടി. നമ്മളെടുത്ത് വെള്ളത്തിൽ ചാടിയിട്ട് അവനെ രക്ഷിക്കുന്നതിന് പറയുന്നതാണ് രക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പൊ സേവിങ് എന്ന് പറയുന്നത് ഒരു ഹെൽപ്പ് അല്ല, ഇറ്റ് വാസ് എ കംപ്ലീറ്റ് റെസ്ക്യൂയിങ്. അപ്പൊ കർത്താവ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഹോപ്പ്ലെസ് ആയിരുന്ന, ഹെൽപ്ലെസ് ആയിരുന്ന നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് അവൻ നമുക്ക് രക്ഷകനായി തീർന്നത്. അപ്പൊ യേശു എന്ന പേരിന്റെ അർത്ഥം എന്തെന്നറിയാമോ? അവൻ നമ്മളെ രക്ഷിക്കുന്നു. എന്തിൽ നിന്നാണ് രക്ഷിക്കുന്നതെന്നറിയാമോ? പാപത്തിൽ നിന്നാണ് രക്ഷിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നവർ ചോദിക്കും, ഈ പാപത്തിൽ നിന്നിട്ട് രക്ഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, രക്ഷിച്ചു എന്ന് പറയുവാൻ ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. If someone, when you tell this story, the whole story to someone, say that he is the savior, he came to save me, and that person will ask you, did he save you then? Did he save you then? You should be able to tell that person that yes, he saved me. They will ask you, where did he save you from? നിന്നെ എവിടുന്നാ രക്ഷിച്ചത്? We would be able to give a testimony to back our statement. ഇവിടെ നോക്കിയേ, അവൻ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് വന്നത്. He came to save us from sin. ഒരു മെയിൻ പ്രോബ്ലം പഴയ നിയമത്തിൽ എന്താണെന്ന് അറിയാമോ? പ്രശ്നം, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? I will take you to a verse in Isaiah. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായത്തിലേക്ക് വന്ന് 1-2 വാക്യങ്ങളൊന്ന് നോക്കി. ഐസയ ചാപ്റ്റർ 59 വേഴ്സ് 1 and 2. രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്തവണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ദിസ് വാസ് ദ കണ്ടീഷൻ ഓഫ് ഈവൻ ദ സോ കോൾഡ് ഹോളിയസ്റ്റ് മാൻ ഇൻ ദി ഓൾഡ് കവനന്റ്. പഴയ നിയമത്തിലെ ഏറ്റവും വിശുദ്ധനായിരുന്നു എന്ന് പറയുന്ന മനുഷ്യന്റെയും അവസ്ഥ ഇതാണ്. എന്താണെന്ന് അറിയാമോ? അകൃത്യങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ആരുമില്ലായിരുന്നെന്ന്. പ്രൈസ് ഗാഡ്. ഇവിടെ നോക്കിക്കേ, രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ജീസസ്, ഗോഡ് കുഡ് ഹാവ് സേവ്ഡ് ദം. യഹോവേ കുഡ് ഹാവ് സേവ്ഡ് ദം. മുമ്പേ നമ്മൾ കേട്ടു യേശു എന്ന പേരിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജഹോവ ഈസ് സാൽവേഷൻ. ദൈവം രക്ഷയാണെന്ന്, യഹോവ രക്ഷയാണെന്ന്. ഇവിടെ അതേ വചനം പറയുന്നു, രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. എന്നെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളി കേൾക്കുവാൻ കഴിയാത്തവണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ലെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് യഹോവയ്ക്ക് പഴയ നിയമത്തിൽ ജനത്തെ രക്ഷിക്കുവാൻ കഴിയാതിരുന്നത്? അവരുടെ ഹല്ലേലൂയ നോക്കിക്കേ, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്തവണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണമേ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ പാപമില്ലെന്ന് പറയുവാൻ തക്കവണ്ണം പഴയ നിയമത്തിൽ ഒരൊറ്റ വ്യക്തിയുമില്ല.
അത് മോശയായിക്കൊള്ളട്ടെ, ഏറ്റവും വലിയ പഴയ നിയമത്തിലെ റെപ്രസെന്റേറ്റീവ് ആയിരുന്ന, പഴയ നിയമത്തിലെ കൽപ്പന ന്യായപ്രമാണ ദാതാവായിരുന്ന മോശയായിക്കൊള്ളട്ടെ. പഴയ നിയമത്തിൽ മോശ ലീഡറായി നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ യേശു ലീഡറായിട്ട് നിൽക്കും. നമുക്കറിയാം. അപ്പോൾ ദ ടോപ്പസ്റ്റ് മാൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്, ഇഫ് ഇറ്റ് ടേക്ക് മോസസ്, ലുക്ക് ഇൻ ടു ദ ലൈഫ് ഓഫ് മോസസ്, യു ആൻഡ് ഐ ക്യാൻ സീ സിൻ there. How much more God could see? Praise the Lord. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പഴയ നിയമത്തിൽ ആർക്കും തന്നെ ഈ വിശുദ്ധീകരണത്തിലേക്ക് വരുവാൻ തക്കവണ്ണം കഴിയുമായിരുന്നില്ല. There was no savior in the old testament. There was no savior in the old covenant. പക്ഷെ ഒരു കാര്യം അറിയാമോ? പഴയ നിയമത്തിൽ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു, ഞാനൊരു രക്ഷകനെ അയക്കാമെന്ന്. പ്രൈസ് ഗോഡ്. അപ്പോൾ പഴയ നിയമത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം, ആ പഴയ നിയമത്തിൽ മോശ മുതൽ ഇങ്ങോട്ട്, ഹല്ലേലൂയ, സ്തോത്രം, നോക്കിക്കഴിഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ളവരുടെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഇന്നല്ലെങ്കിൽ നാളെ ഒരു രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വരും. ആരെ രക്ഷിക്കുവാൻ? പാപത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പാപത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം, അകൃത്യങ്ങളിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു രക്ഷകൻ വരും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ മത്തായിയുടെ സുവിശേഷം 1-ാം വാക്യത്തിൽ കേൾക്കുന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മറന്നു പോകരുത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം 31 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ, അതുപോലെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത് മാത്രമല്ല എബ്രായ ലേഖനം 8-ാം 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, that all talking about something which was going to happen in the years to come, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ ചെയ്യുവാൻ പോകുന്ന ചില അത്ഭുത പ്രവൃത്തികളെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? ദൈവം നമ്മോട് കൂടെ വസിക്കുന്ന ഒരു അനുഭവം. പ്രൈസ് ഗാഡ്. ദൈവം നമ്മളോട് കൂടെ വസിക്കുന്നതായ ഒരു അനുഭവം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും, പഴയ നിയമത്തിൽ ദൈവം ദൈവജനത്തോടുകൂടെ വസിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ദൈവജനത്തോടുകൂടെ വസിച്ചു. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി ദൈവം അവരോടുകൂടെ യാത്ര ചെയ്തു. ഒന്ന് മാത്രമല്ല, അവരുടെ മധ്യത്തിലുണ്ടായിരുന്ന ടെന്റിൽ, ഹല്ലേലൂയ, കർത്താവ് ഇറങ്ങി വന്ന് അവരോടുകൂടെ അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വന്ന് വസിച്ചു. ഇതൊക്കെ സത്യമാണ്. എന്നാൽ പുതിയ നിയമത്തിലുള്ള വാഗ്ദത്തം എന്താണെന്നറിയാമോ? ദൈവം നമ്മോടുകൂടെ എന്ന് പറയുമ്പോൾ ദൈവം ഇൻഡിവിജ്വലി നമ്മളോടുകൂടെ, നമ്മളിൽ ഓരോരുത്തരോടും കൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ തക്കവണ്ണം. അതാ ഞാൻ പറഞ്ഞത്, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ന്റെ 31 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ ആ ജനത്തോട് ചെയ്യുവാൻ പോകുന്ന പുതിയൊരു നിയമം ചെയ്യുവാൻ പോകുന്ന കാലം വരും എന്ന് പറഞ്ഞ് കർത്താവ് താഴേക്ക് എഴുതി വെച്ചിരിക്കുന്നു. അതുപോലെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36, ഈസെക്കിയേൽ 36, ജെറമായ 31, അവിടെ എഴുതിയിരിക്കുന്നത് ഐ ആം ഗോയിങ് ടു മേക്ക് എ ന്യൂ കവറന്റ് വിത്ത് ദിസ് പീപ്പിൾ. അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? ഐ വിൽ പുട്ട് മൈ സ്പിരിറ്റ് ഇൻ ദം, നോട്ട് അപ്പോൺ ദം. അവരുടെ മേൽ എൻ്റെ ആത്മാവിനെ വെക്കുമെന്നല്ല, അവരുടെ ഉള്ളിൽ എൻ്റെ ആത്മാവിനെ കൊടുക്കുമെന്ന്. അവരുടെ ഉള്ളിൽ എൻ്റെ ആത്മാവിനെ കൊടുക്കും. പ്രൈസ് ഗോഡ്. ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ഈസ് വിത്ത് us. പ്രൈസ് ഗോഡ്. So in the Old Testament it was impossible because man was not holy, man was not pure, and man could never ever have God inside them. Sometimes in some chosen vessels, കർത്താവ് തിരഞ്ഞെടുത്ത ചിലരുടെ മേൽ ചില പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടി ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചിരുന്നു. പ്രവാചകന്മാരുടെ മേലും അങ്ങനെയുള്ള ജഡ്ജസിന്റെ മേലൊക്കെ കർത്താവ് തിരഞ്ഞെടുത്ത് ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ദൈവമാക്കിയവരുടെ മേല് ദൈവം ചില സന്ദർഭങ്ങളിൽ തൻ്റെ ആത്മാവിനെ അയച്ചിരുന്നു. എന്നാൽ ദൈവം അവരിൽ വസിക്കുവാൻ തക്കവണ്ണം പഴയ നിയമത്തിൽ കഴിഞ്ഞില്ല. അത് പുതിയ നിയമത്തിൽ യേശു കർത്താവിന്റെ വരവോടുകൂടിയാണ് സംഭവിച്ചത്. പ്രൈസ് ഗാഡ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞത്. ഗോഡ് ബി വിത്ത് us. God be with us. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. How did Jesus become Emmanuel for me? Because Jesus through his Holy Spirit is living in me right now. Praise God. അങ്ങനെയാണ് അവൻ എനിക്ക് ഇമ്മാനുവേലായി തീർന്നത്. ദൈവമക്കളെ, വേഗം മുന്നോട്ടൊന്ന് പോയി നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോമിസാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രോഫസിയാണ് പറഞ്ഞത്. 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. പ്രൈസ് ഗാഡ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. 2 തരത്തിലുള്ള പാപത്തിന്റെ രക്ഷയാണ് അവിടെ കാണുന്നത്. ഒന്ന്,
He has cleared the penalty of our sin. ഒരുവൻ യേശുവിനെ അറിയുന്നത് വരെ, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നത് വരെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകല പാപങ്ങളും യേശു കർത്താവിൽ വിശ്വസിക്കുന്നതോടുകൂടി അവൻ ഏറ്റെടുക്കും. ഐ എം ആസ്കിങ് യു വൺ തിങ്. ലുക്ക് ഇൻ ടു എ മാൻ. ഹി ഈസ് ഇൻ ഐദർ ഓഫ് ദിസ് വൺ. ഒരു മനുഷ്യനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അവനിൽ സത്യമാണ്. ഒന്നുകിൽ ഹിസ് സിൻസ് ആർ ഓൺ ഹിം, അല്ലെങ്കിൽ ഹിസ് സിൻസ് ആർ ഓൺ ഹിസ് സേവിയർ. പ്രൈസ് ഗോഡ്. either his sins are on him or his sins are on his savior. നമ്മുടെ ചോദ്യം ഇതാ, നമ്മുടെ പാപങ്ങൾ നമ്മുടെ മേലാണോ അതോ നമ്മുടെ പാപങ്ങൾ നാം കർത്താവിൻ്റെ മേൽ വെച്ചോ? പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ ഇത്രയും കാലത്തെ പാപങ്ങൾ ഒരുവൻ യേശുവിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ജനിച്ച നാൾ മുതൽ, അവൻ്റെ ആദാമ്യ പാപം മുതൽ ഇങ്ങോട്ട് അവൻ്റെ ശരീരത്തിൽ ചെയ്ത പാപങ്ങൾ വരെ, അവൻ്റെ ചിന്തകൾ ചെയ്ത പാപങ്ങൾ, ദൈവസന്നിധിയിൽ നീതീകരണം കൂടാതെ അനീതിയിൽ ജീവിച്ചതെല്ലാം തന്നെ യേശുവിൽ വരുന്നതോടുകൂടി he is saved from his past sins. That means he is saved from his penalty of sin. Second thing, he is saved from the power of his sin. Praise God. അതെങ്ങനെയാണെന്നാണ് അടുത്ത് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ രക്ഷ കർത്താവിലൂടെ രണ്ട് രീതിയിലുള്ള രക്ഷയാണ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശു ഫ്ലഷിൽ, when Jesus came in his flesh, we are saved. We believe in his, hallelujah, കർത്താവിൻ്റെ അറ്റോൺമെന്റിൽ, കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗത്തിൽ, അവൻ്റെ സാക്രിഫൈസിൽ നാം വിശ്വസിച്ച് അവൻ ഫ്രീ ആയി തന്നിരിക്കുന്ന രക്ഷ നാം കരം നീട്ടി വാങ്ങിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അതുവരെ ഉണ്ടായിരുന്ന പാപത്തിൻ്റെ കടത്തിൽ നിന്ന് നാം മോചിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പാപം ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് മൊത്തം പാപങ്ങളും ഷിഫ്റ്റ് ചെയ്തു ടു ദ സേവിയർ ഷോൾഡർ. നമ്മളിൽ നിന്ന് പാപങ്ങളെ അവിടുന്ന് ചുമന്നു മാറ്റി. ആരിലേക്ക്? യേശുവിങ്കിലേക്ക്. യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആൻഡ് ഹി സെറ്റ് മീ ഫ്രീ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ എന്നെ വെറുതെ വിട്ടു. ഹി സെറ്റ് മീ ഫ്രീ. ദാറ്റ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ് വെൻ വി ബിലീവ് ഇൻ ദി അറ്റോൺമെന്റ് ഓഫ് ജീസസ്, വെൻ വി ബിലീവ് ഇൻ ദ സാക്രിഫൈസ് ഓഫ് ജീസസ്. രണ്ടാമത്തെ രക്ഷ എന്താണെന്നറിയാമോ? വി നീഡ് സാൽവേഷൻ പ്രസന്റ്ലി. നമുക്ക് ഇപ്പോൾ സാൽവേഷൻ ആവശ്യമുണ്ട്. ആ രക്ഷ നമുക്ക് എവിടുന്ന് കിട്ടുമെന്നുള്ളത്, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിൽ നിന്ന് തന്നെയാണ് രക്ഷ കിട്ടുന്നത്. ബട്ട് ഇൻ അനദർ ഫോം. അതേതാണെന്നറിയാമോ? കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള, ഹല്ലേലൂയ, കർത്താവിനെ കുറിച്ചുള്ള മറ്റൊരു പ്രോഫസി, ജനനത്തെക്കുറിച്ചല്ല, കർത്താവിനെ കുറിച്ചുള്ള മറ്റൊരു പ്രോഫസി. മാത്യു ഒരു പേജ് കൂടെ മുന്നോട്ട് തിരിക്കുമ്പോൾ മാത്യു ചാപ്റ്റർ 3 വേഴ്സ് 11. അവിടെ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പ്രവചിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വായിച്ചേ. ഹല്ലേലൂയ, 3:11. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ഹീസ് ദ ബാപ്റ്റൈസർ. അവൻ സ്നാപകനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വേറൊരു സ്നാപകനാണ് ഇത് പറയുന്നത്. അതേത് സ്നാപകനാണ്? യോഹന്നാൻ സ്നാപകൻ, ബാപ്റ്റിസ്റ്റ്, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് അനദർ ബാപ്റ്റിസ്റ്റ്. ഹൂ ഈസ് ദാറ്റ് അനദർ ബാപ്റ്റിസ്റ്റ്? ജീസസ് ദ ബാപ്റ്റിസ്റ്റ്. പക്ഷേ ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഐ ക്യാൻ ഡു ഓൺലി ദിസ് തിങ്, ബട്ട് ദർ ഇസ് സംവൺ ഹു ക്യാൻ ഡു ഗ്രേറ്റർ ദാൻ ദിസ്. പ്രൈസ് ഗോഡ്. എനിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷേ അവന് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും. പ്രൈസ് ഗോഡ്. ഇവിടെ എന്താണ് യേശുവിൻ്റെ ബാപ്റ്റിസത്തെ കുറിച്ച് പറയുന്നത്? ഹൗ ഡു വി സേ ദാറ്റ് ഹി ഈസ് ദ ബാപ്റ്റൈസർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ? അതിലേക്ക് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് നോക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, യേശു കർത്താവിൽ ഒരാൾ വിശ്വസിച്ചാൽ ആ ആള് യേശു കർത്താവെന്ന് പറയും. യേശു കർത്താവെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പറയാൻ പറ്റത്തില്ലെന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 1 കൊരിന്ത്യർ 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 12:3 പറയുന്നു, 1 Corinthians chapter 12 verse 3, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുകയാണ്, പരിശുദ്ധാത്മാവിലല്ലാതെ ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരാതെ ഒരാൾക്ക് യേശു കർത്താവെന്ന് ഏറ്റു പറയുവാൻ കഴിയുകയില്ല. സോ everyone who is born again,
listen to me, my brother, my sister, everyone who is radically and truly born again is having the Holy Spirit in him. കാരണം without the Holy Spirit, no one can confess the name of Jesus Christ as the Lord. ഹല്ലേലൂയ. യേശു ക്രിസ്തു കർത്താവെന്ന് ആർക്കും പറയുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇവിടെ ഒരു ബാപ്റ്റിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചില കാര്യങ്ങൾ കേട്ടിരുന്നു ഹോളി സ്പിരിറ്റിന്റെ ബാപ്റ്റിസത്തെ കുറിച്ച്. ഹല്ലേലൂയ. This is talking about a second experience. Let me tell you. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്ന കാര്യമല്ല. കാരണം യേശുവിൻ്റെ ജീവിതത്തിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ടല്ല വന്നത്. 30 വർഷം യേശു കർത്താവ് ജീവിച്ചത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അതൊക്കെ പഠിച്ചതായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും മുമ്പത്തെ ആഴ്ചയും 30 വർഷം കർത്താവ് പാപമില്ലാത്തവനായിട്ട് തന്നെയാണ് ജീവിച്ചത്. അത് എങ്ങനെയാണ് ജീവിച്ചതെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അവൻ ജീവിച്ചത്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് പ്രൈസ് ഗാഡ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം ഈ ഭാഗത്ത് തന്നെ അവസാനത്തേക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ പ്രൈസ് ഗാഡ് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ there was a baptism happened there. When Jesus was baptized in the water, as he was coming out of the water, heaven opened and the Holy Spirit was coming down upon him like a dove. Hallelujah. ഒരു പ്രാവ് എന്ന പോലെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നതായിട്ട് പറയുന്നു. Praise the Lord. He was baptized in the Holy Spirit. Praise God. It was a second experience before he began his ministry. And we know that Matthew chapter 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിയുടെ അനുഭവത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ, ടെംപ്റ്ററാകുന്ന ഡെവിളിനെ നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ, we need the power of the Holy Spirit. We need the power of the Holy Spirit. Let me tell you, my brother, my sister, if some of you may not agree with me, I'm asking you this question. Do you have the power of the Holy Spirit to say no to sin? Do you have the power of the Holy Spirit to say no to temptations? Or are you struggling within you? That is the main thing. Are you struggling with you? Are you being restless? Hallelujah. Are you becoming restless? When you are tempted to be angry, are you suppressing your anger because you fear the law of God? ദൈവത്തിൻ്റെ കൽപ്പന ഉള്ളത് കൊണ്ട് കോപിക്കുന്നവനെ നിത്യനരകത്തിൽ വിടുമെന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വചനമുള്ളത് കൊണ്ട് ആണോ നീ കോപിക്കാതിരിക്കുന്നത്? അതോ എത്ര ആര് പ്രൊവോക്ക് ചെയ്താലും അകത്തുനിന്ന് കോപം വരുന്നേയില്ല? അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ ദൈവപൈതലേ? എനിക്ക് തോന്നുന്നു എന്നെ കേൾക്കുന്ന ചിലർക്കതുണ്ട്. അതെവിടെ നിന്നാ വന്നത്? പ്രൈസ് ദി ലോർഡ്. എത്ര ആര് ടെംപ്റ്റ് ചെയ്താലും പാപത്തിന് ആഗ്രഹം തോന്നുന്നില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ പാപം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. There were times in our life, not that very old, very in the nearest past, hallelujah, വളരെ അടുത്ത പഴയ കാലഘട്ടത്തിൽ തന്നെ പാപം അന്വേഷിച്ച് നടക്കുന്നവരായിരുന്നു നമ്മൾ. പക്ഷെ ഇപ്പൊ ആഗ്രഹം എവിടെ പോയി? Who quenched that evil passion in us? Hallelujah. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, we need the power of the Holy Spirit. We need the power of the Holy Spirit. You don't need the power of the Holy Spirit to say Jesus Christ is the Lord. So many people are saying Jesus Christ is the Lord. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ എന്നൊരാൾക്ക് പറയണമെങ്കിൽ you don't need the power of the Holy Spirit. പക്ഷേ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ you need the power of the Holy Spirit. Praise the Lord. That is the വ്യത്യാസം. That is the difference. Hallelujah. യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, അത് പലർക്കും പറയാൻ പറ്റും, അനേകർക്കും പറയാൻ പറ്റും. അത് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ പിന്മാറ്റത്തിലേക്ക് പോകുവാനായിട്ട് കഴിയും ഒരു വ്യക്തിക്ക്. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ, if you want to do the will of God, every day denying yourself joyfully, not with a gloomy face. Hallelujah. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദൈവമക്കളെ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക, ക്രൂശ് എടുത്ത് നടന്നത് കർത്താവ് മുക്കിയും മൂളിയുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സന്തോഷത്തോടെ അവൻ കാൽവറി ക്രൂശ് എടുത്തത്. പൗലോസ് കർത്താവിൻ്റെ പിന്നാലെ വന്നത് എത്ര സന്തോഷത്തോടെയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ. അതോ ഇത് മടുത്തു എന്ന് പൗലോസ് പറയുന്നതായിട്ട് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ ദൈവമക്കളെ? ചാട്ടവാറുകൊണ്ട് എത്രമാത്രം അടികൊണ്ട് പൗലോസിന്. ശിഷ്യന്മാർക്കെല്ലാം ചാട്ടവാറുകൊണ്ട് എന്ത് അടികൊണ്ടു. സ്തേഫാനോസിന് ഏറുകൊണ്ടില്ലേ? അവിടെ എവിടെയെങ്കിലും അവരാരെങ്കിലും കർത്താവിനെ കേസ് ചെയ്തോ? കർത്താവിനെ സ്വെയർ ചെയ്തോ? അവരാരെങ്കിലും പറഞ്ഞോ ഞാൻ ഇറങ്ങണ്ടായിരുന്നെന്ന്?
ഹല്ലേലൂയ. കർത്താവിനെ സേവിക്കുന്ന ഒരു ശിഷ്യനോ ശിഷ്യോ ഒരിക്കലും ജീവിതത്തിൽ പറഞ്ഞ് ഇന്നു വരെ കേട്ടിട്ടില്ല ഞാൻ ഇറങ്ങിയത് അബദ്ധമായി പോയെന്ന്. എന്തുകൊണ്ട്? they were serving the Lord joyfully. From where did that joy come? Hallelujah. That is through the baptism of the Holy Spirit. യേശുവിൽ വ്യാപരിച്ചവൻ, ശിഷ്യന്മാരിൽ വ്യാപരിച്ചവൻ, ഹല്ലേലൂയ, ജഡത്തിന്റെ ഇച്ഛകളെയും ജഡത്തിന്റെ ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കി അതിന്റെ മേൽ ആത്മാവിന്റെ ജയം തന്നു നടത്തുന്നവൻ. അതാണ് ഹല്ലേലൂയ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറയുന്നു. എന്റെ പോയിന്റ് അവിടെ എന്താണെന്നറിയാമോ? ആ സ്പിരിറ്റ് എസ് ഉണ്ടല്ലോ, അത് ക്യാപിറ്റൽ എസ് ആണ്, സ്മോൾ എസ് അല്ല. ഹല്ലേലൂയ. ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന എസ് ആണ് അവിടെ. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നീ കീഴ്പ്പെട്ട് നടക്കുമ്പോൾ, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഹി ടേക്സ് കൺട്രോൾ ഓഫ് us. ഹി ബിക്കംസ് അവർ ലീഡർ. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിന് ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. യോഹന്നാന്റെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചായിരുന്നല്ലോ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ ശിഷ്യന്മാരെ കുറിച്ചുള്ള അവസ്ഥ നമ്മൾ പറഞ്ഞല്ലോ. കർത്താവ് അവരുടെ മേൽ ഊതി, 20-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, അവരുടെ മേൽ ഊതിയിട്ട് കർത്താവ് പറഞ്ഞു, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. സോ ദേ ഹാവ് ഓൾറെഡി ഗോട്ട് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കറിയാം അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് ഞാൻ മീൻ പിടിക്കാൻ തിരിച്ചു പോകുന്നു എന്ന് പറയുന്നുണ്ട് പത്രോസ്. അതെന്താ? വൈ ഡിഡ് ഹി ഗോ ബാക്ക് ടു ഹിസ് ഓൾഡ് പ്രൊഫഷൻ? ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയാൽ അടുത്ത അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് പോയി കഴിഞ്ഞിട്ട് ഈ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവര് അടുത്ത ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്, പത്രോസ് പറയുന്നുണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന്. അപ്പൊ മറ്റേ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങളും കൂടെ വരുവാന്ന്. എന്നാൽ ഡേ ഓഫ് പെന്റക്കോസ്റ്റിന് ശേഷം, പെന്തിക്കോസ്തിന് നാളിന് ശേഷം പത്രോസ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അപ്പോസ്തലൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? പത്രോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? കർത്താവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാന്ന, എന്നെ തലകീഴായിട്ട് ക്രൂശിച്ചാൽ മതി എന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആ ധൈര്യം എവിടുന്നാ കിട്ടിയത്? ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ത്രൂ ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ഹി വിൽ ബാപ്റ്റൈസ് യു ഇൻ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. അപ്പൊ നമുക്കറിയാം ഹോളി സ്പിരിറ്റിൽ നമ്മളെ ബാപ്റ്റൈസ് ചെയ്യണമെങ്കിൽ only ജീസസ് ക്യാൻ ഡു ഇറ്റ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അത് സാധ്യമല്ലായിരുന്നു. ബിക്കോസ് there was no Jesus manifested in the flesh then. യേശു ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ നിത്യത മുതൽ ദൈവമായിരുന്നവനാ. അവൻ അന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ വാഗ്ദത്തപ്രകാരം ഈ ഭൂമിയിൽ രക്ഷകനായി വന്നില്ലായിരുന്നു. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. രക്ഷകനായി വന്നതിന് ശേഷം കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? വളരെ ശ്രദ്ധയോടെ എന്നെ കേൾക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പോയപ്പോൾ പറഞ്ഞു another comforter will come. What is another comforter means? മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ as equal as me. He will be with you. യേശു കർത്താവ് എന്തുവാ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷത്തിൽ അവസാനത്തെ അധ്യായത്തിൽ പറയുന്നത് എന്തുവാ? I will be with you unto the end of the ages. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. യേശു ലോകാവസാനത്തോളം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ബൈ വാട്ട് ഓർ ത്രൂ വാട്ട്? ബൈ ദി ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. സോ ഹോളി സ്പിരിറ്റ് ഈസ് ആസ് ഈക്വൽ ആസ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് അനദർ കംഫർട്ടർ, മറ്റൊരു കാര്യസ്ഥൻ. പ്രൈസ് ഗോഡ്. അപ്പൊ ഇപ്പോഴും ഒരു കാര്യസ്ഥൻ ഓൾറെഡി ഉണ്ട്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. He was speaking to his disciples saying that I am going back, but I will send another comforter. Praise the Lord. Hallelujah. മറ്റൊരു കാര്യസ്ഥൻ വരും. He will be as equal as me. I tell you one thing, this was possible only in the new covenant after Jesus came. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിൽ അവൻ നമ്മെ അഭിഷേകം ചെയ്യും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതിനും ജീസസ് ആണ് നമുക്ക് ആവശ്യം. യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുക, ലോർഡ് ബാപ്റ്റൈസ് മീ വിത്ത് യുവർ ഹോളി സ്പിരിറ്റ്. I need power. I am weak in many areas of my life. I have a desire to do it. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം. ഒരിക്കലും ചിന്തിക്കുക, നമ്മൾ ഈ വാക്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ അക്ഷരങ്ങളുടെ അർത്ഥമാണ് നോക്കുന്നത്. നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും 100 പൗണ്ട് അയച്ചു കൊടുക്കാനുള്ള ആഗ്രഹം എന്നല്ല. നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഷട്ട് ഡൗൺ കാലത്ത് കുറച്ച് പേർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാമെന്നുള്ള ആഗ്രഹമല്ല. നന്മയെന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിത്യതയിൽ നിലനിൽക്കുന്ന നന്മ എന്നാ അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യതയിൽ ഇറ്റേണിറ്റി വാല്യൂ ഉള്ള നന്മ. പൗലോസ് പറയുന്നത് അറിയാമോ? ആ നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, പക്ഷേ ഞാൻ ചെയ്യുന്നതോ തിന്മയാ.
അപ്പം ഞാൻ ചെയ്യുന്നത് തിന്മയെന്ന് പറഞ്ഞാൽ എന്തുവാ? പൗലോസ് എല്ലാവരുടെയും തലയ്ക്കൊട്ട് അടിക്കുന്നുണ്ടോ? ചെന്ന് പൗലോസ് ആരെങ്കിലും ചീത്ത വിളിക്കുന്നുണ്ടോ? പൗലോസ് ആരുടെയും പിടിച്ചു പറിക്കുന്നുണ്ടോ? അതൊന്നുമല്ല തിന്മ. തിന്മയെന്ന് പറഞ്ഞാൽ നിത്യതയിൽ തിന്മയായിത്തീരുന്നത്. ഞാനത് സമയമില്ല, സമയം തീരാൻ തുടങ്ങുന്നതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം നിത്യത, ദാറ്റ് ഈസ് ഇൻ പോയിന്റ് ഓഫ് ദി ഇറ്റേണിറ്റി. ഹല്ലേലൂയ. അവിടെ അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് എൻ്റെ ശരീരത്തിൽ അത് കഴിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ 8-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുയേശുവിൽ താൻ വിശ്വസിച്ചതോടുകൂടി, ആ പുതിയ അനുഭവത്തിലേക്ക് താൻ വന്നതോടുകൂടി, ജഡത്തിൽ തനിക്ക് ന്യായപ്രമാണത്താൽ കഴിയാതിരുന്നതിനെ ക്രിസ്തുയേശു മൂലം സാധ്യമായി തീർന്നെന്ന് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, we need to ask the Lord to baptize in the Holy Spirit. What is fire? അടുത്ത പറയുന്നത് എന്താണെന്നറിയാമോ? ഇൻ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. എന്താ ഈ തീയെ കാണിക്കുന്നത്? തീയെ കാണിക്കുന്നത് പവറിനെയാണ് കാണിക്കുന്നത്, പ്യൂരിറ്റിയാണ് കാണിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തെക്കുറിച്ച് പറഞ്ഞിടത്ത്, ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ കാണിച്ചിടത്ത് പലയിടത്തും തീ കാണിക്കുന്നുണ്ട്. എക്സോദസ് 19-ാം അധ്യായത്തിൽ നമുക്ക് സീനായി പർവ്വതത്തിൽ കർത്താവ് ഇറങ്ങി വരുമ്പോൾ അവിടെ നടത്തുന്ന ആ സംഭവത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ തീ ഇറങ്ങി ആ പർവ്വതം പുകയുന്നത് കാണുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ കാണുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, തൻ്റെ കുറവ് പ്രവാചകന് വെളിപ്പെടുമ്പോൾ അവൻ അവിടെ കിടന്ന് നിലവിളിക്കുക. എന്തോന്നറിയാമോ? ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളോടുകൂടിയ മനുഷ്യൻ അശുദ്ധരുടെ മധ്യത്തിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? സാറാഫുകളിൽ ഒരാൾ കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്തെന്ന് പറയുന്നുണ്ട്. എ ലൈവ് കോൾ എന്ന ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ഒരു കൽക്കരി, ഒരു തീക്കനൽ എടുത്തിട്ട് ആ പ്രവാചകന്റെ നാവിന്മേലത്തോടെ തീയെ കാണിക്കുന്നത് ശുദ്ധീകരണത്തിൻ്റെതാണ്. അതുപോലെ എക്സോദസ് 3-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ കാണുന്നുണ്ട്, ആ മുൾപ്പടർ പെരിയുന്നതായിട്ട് കാണുന്നുണ്ട്. There is fire there. ഹല്ലേലൂയ. അത് മാത്രമാണോ? പെന്തിക്കോസ്തി നാളില് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അഗ്നിനാവുകളാലാണ് ഇറങ്ങി വന്നത്. Praise the Lord. Tongues of fire. It appears to be tongues of fire. എന്താ ഈ ഫയറിനെ കാണിക്കുന്നതെന്ന് അറിയാമോ? appears to be tongues of fire. എന്താ അത് കാണിക്കുന്നതെന്ന് അറിയാമോ? to burn every evil desires in our life. ഹല്ലേലൂയ, സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഞാനത് പഠിക്കുവാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതും അങ്ങനെയാണ്. Praise the Lord. Hallelujah. When we ask the Lord to baptize me in fire, means he will send the fire of God in me. That is the Holy Spirit. That's the extra power of the Holy Spirit. That is a divine power of the Holy Spirit in me. Because hallelujah, Kartave, burn me, Lord. Burn every evil passion in me. Burn every earthly passion in me. Let me burn. Let me live only for you. എൻ്റെ അകത്ത് തീ പിടിച്ചവനായി, എൻ്റെ അകത്ത് തീ നിറഞ്ഞവനായി, filled with the fire of God. പൗലോസ് ജീവിച്ചത്, he was living with the fire of God. Peter was living with the fire of God. John was living with the fire of God. Stephen was living with the fire of God. അതുകൊണ്ടാണ് nothing ever could touch them. അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും തൊടുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയാതിരുന്നതിൻ്റെ കാരണം അതാ. അതിനെ കെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം ബിക്കോസ് ദേ വർ ലിവിങ് വിത്ത് ദ ഫയർ ഓഫ് ഗാഡ്. കർത്താവിന് വേണ്ടി അവർ തീയിൽ നിന്നവരാണ്, തീ കൊണ്ട് നിന്നവരാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, when we are understanding more about Jesus, we must know who we are following. ഹല്ലേലൂയ. ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിനോട് നമുക്ക് ചോദിക്കാൻ പറ്റൂ. ഇപ്പം നമ്മളിൽ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇത്രയും ഭയങ്കരനായ ഒരുത്തൻ്റെ പുറകെയായിരുന്നു ഞാൻ നടന്ന ഇത്രയും നാട്. നമുക്ക് ചിന്തിക്കാം, ഇത്രയും വലിയവനായ ഒരുവന്റെ പുറകിലായിരുന്നു ഞാൻ നിന്നത്, പക്ഷെ എന്നെ കണ്ടിട്ട് അങ്ങനൊന്നും തോന്നുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഒരു സിംഹത്തിൻ്റെ കുട്ടി ഒരു ഡോഗ് ബാർക്ക് ചെയ്യുന്ന ഒരു സിംഹക്കുട്ടി തിരിച്ചോടുകയാണെങ്കിൽ അത് സിംഹത്തിന് ഭയങ്കര നാണക്കേടാ. മനസ്സിലായോ? ആ സിംഹം ഒരുപക്ഷെ അതിനെ കുട്ടിയെ വഴക്ക് പറയും, നീ ഒരു സിംഹം തന്നെയാണോ അതോ പൂച്ചയാണോ എന്ന് ചോദിക്കത്തില്ലേ ദൈവമക്കളെ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവമക്കളെ, നമ്മൾ പലതിൻ്റെയും മുമ്പിൽ വീഴുമ്പോൾ, പലതിൻ്റെയും മുമ്പിൽ ടെംപ്റ്റഡ് ആകുമ്പോൾ, ലോകത്തെ സ്നേഹിച്ചു പോകുമ്പോൾ, നമ്മുടെ സ്നേഹം ലോകത്തിലുള്ളത് കവർന്നെടുക്കുമ്പോൾ കർത്താവ് ചിന്തിക്കുന്ന ഇതാണ്, ഇവൻ എൻ്റെ മകൻ തന്നെയാണോ? ഇവൻ എൻ്റെ മകൾ തന്നെയാണോ? ഇവളെൻ്റെ മകൾ തന്നെയാണോ? ഈസ് ഹി മൈ ഡിസൈപ്പിൾ? ഈസ് ഷീ മൈ ഡിസൈപ്പിൾ? സോ ഇറ്റ് ഈസ് ബെറ്റർ ഫോർ അസ് ടു നോ ഹൂ ഈസ് അവർ മാസ്റ്റർ. നമ്മുടെ കർത്താവ് ആരെന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ആരെന്നറിയേണ്ടിയിരിക്കുന്നു. അതറിഞ്ഞത് കൊണ്ടാണ് പൗലോസ് മാറിയത്.
അതറിഞ്ഞത് കൊണ്ടാണ് പത്രോസ് മാറിയത്. അതറിഞ്ഞത് കൊണ്ടാണ് യാക്കോബ് മാറിയത്. അതറിഞ്ഞത് കൊണ്ടാണ് ശിഷ്യന്മാരെല്ലാവരും മാറിയത്. ആരൊക്കെ കർത്താവിനെ അറിയുന്നുവോ അവരൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നു ഇന്നും. All of them are being changed. Whoever knows God, whoever knows Jesus Christ and the potential in Christ, hallelujah, സ്തോത്രം, they all are changed. കർത്താവിനെ അറിയുന്നവർ മാറിക്കൊണ്ടേയിരിക്കുന്നു. ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ, പ്രൈസ് ഗോഡ്, ഇന്ന് കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിക്കുക. Lord, I heard that. I don't need to go anyone else. I don't need to go anywhere else. I need to come only to you because you have everything I need. Amazing അല്ലേ ദൈവമക്കളെ? നമ്മൾ ഒന്നും ചെയ്യണ്ട, ഒരിടത്ത് മാത്രം പോയാൽ മതി, യേശുവിൻ്റെ അടുക്കൽ. Praise the Lord. He deals with our sin. He deals with our present. He deals with our future. He dealt with our past. He deals with our present. And he deals with our future as well. കഴിഞ്ഞ കാലത്തെ അവൻ തീരുമാനമുണ്ടാക്കി. ഇപ്പോഴുള്ള കാലത്തേക്ക് വേണ്ടതെല്ലാം അവിടുന്ന് തന്നുകൊണ്ടിരിക്കുന്നു. ഭാവിയെയും സൂക്ഷിക്കുവാൻ തക്കവണ്ണം അവൻ മതിയായവന്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ, പലപ്പോഴും കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവെ, കഴിഞ്ഞ കാലം എന്നെ അങ്ങ് നടത്തി, ഇപ്പോഴും എന്നെ അവിടുന്ന് നടത്തുന്നു, നാളെയും എന്നെ കരുതുവാൻ അങ്ങ് വിശ്വസ്തനെന്ന് ഞാൻ അറിയുന്നു. ഇൻ വാട്ട് ടേംസ്? ഏത് കാര്യത്തിലാണ്? ഭൗതിക കാര്യത്തിലാണോ? അത് സത്യമാണ്. ആത്മീയ കാര്യത്തിൽ എങ്ങനെ? ആത്മീക കാര്യത്തിൽ നാം അത് പ്രാർത്ഥിക്കുവാൻ കഴിയണം. കഴിഞ്ഞ കാലത്തിൽ ഹല്ലേലൂയ, എൻ്റെ കുറവുകളെല്ലാം ക്ഷമിച്ച് എൻ്റെ പാപങ്ങളെല്ലാം അവിടുന്ന് പുറത്തു തന്നു. ഇന്നും എന്നെ നടത്തുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. പാപത്തെ വെറുക്കുവാൻ, ലോകം എന്നെ പലതും കാണിച്ച് മാടി വിളിക്കുമ്പോൾ, ടെംപ്റ്റ് ചെയ്യുമ്പോൾ അതിനെ വെറുക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, കർത്താവേ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഭാവിയിൽ നാളെ ഒരു വലിയ ടെംപ്റ്റേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് വൺ തിങ് ഐ നോ, if I am walking with you, so long as I am with you, I will be able to overcome that temptation with your help, because you are more than sufficient to me. കർത്താവെ, അങ്ങ് എനിക്ക് മതിയായവന്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമക്കളെ. ടുഡേ വി ന്യൂ ലിറ്റിൽ മോർ അബൌട്ട് ജീസസ്. നമുക്ക് കുറച്ചുകൂടെ യേശു കർത്താവിനെ കുറിച്ച് അറിയുവാനിടയായി. നാം ചോദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ തക്കവണ്ണം കർത്താവിനെ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കാം. കർത്താവ്, ഹി ഈസ് ദ ബാപ്റ്റൈസർ. ആസ്ക് ഹിം ടു ബാപ്റ്റൈസ് us with the Holy Spirit. നമ്മൾ ചോദിക്കാതെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് കടന്നു വന്നിട്ടാണ് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുവാൻ തക്കവണ്ണം നമുക്ക് പ്രേരണ തന്ന് നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ചത്. എന്നാൽ നാം ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു ജീസസ് ടു ബാപ്റ്റൈസ് us. Without we asking the Lord came into our heart. The Holy Spirit came into our heart and helped us to be born again. But now we need to ask the Lord to baptize us. അതാ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. യാചിക്കുക, ചോദിക്കുക പോലും അല്ല, യാചിക്കുക. begging, appealing, going down to the ground and say, Lord, I want it, please. Dad, I want it. Dad, I want it. അപ്പാ, എനിക്കിത് വേണം. ഇത്രയും കരഞ്ഞ് ആര് ചോദിച്ചിട്ടുണ്ടോ അവർക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണേ, വീണ്ടും ജനനം പ്രാപിക്കാനുള്ളതിനെ കുറിച്ചല്ല പറഞ്ഞത്. അതൊന്നും ചോദിക്കാതെ തന്നെയാണ് നമ്മൾ ബോൺ അഗെയിൻ ആയതല്ലേ? 1 കൊരിന്ത്യർ 12-ാം അധ്യായം 3 പ്രകാരം. ഈ ചോദിക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ അർത്ഥം, ഹല്ലേലൂയ, സ്തോത്രം, അതിൻ്റെ അർത്ഥം വി നീഡ് ടു ആസ്ക് ഹിം. വീണ്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു ഫോർ എ ബാപ്റ്റിസം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ്, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ തരിക. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം.